സർജറിക്ക് മുന്നേ നമ്മൾ ഒരു പ്രൈവറ്റായിട്ട് ഒരു റൂം എടുത്തിരിക്കുമായിരുന്നു നെടുമങ്ങാട്. അവിടെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സർജറിക്ക് മുന്നേ അവിടെ വെച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് CT ഈ വയറ് ഗൈഡ് വയർ കിടക്കണം കണ്ടതിന് ശേഷം എനിക്ക് CT എടുക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഇട്ടുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുമുണ്ട് പൈസ. പലപ്പോഴായിട്ട് എത്ര രൂപ കൊടുത്തു കാണും നമ്മൾ? ഞാൻ ആദ്യം 2000 കൊടുത്തു, പിന്നെ 2000, പിന്നെ 500, അങ്ങനെയൊക്കെ 200 അങ്ങനെയൊക്കെ വെച്ച് പോകുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്. നടപടി എടുക്കണം, ശക്തമായൊരു നടപടി എടുക്കണം. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് അതുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞാൻ തുടർന്ന് ഒരുപാട് കാലം ജീവിക്കണം എങ്കിൽ എനിക്ക് ആരോഗ്യത്തിന് അതിനായ ഒരിത് വേണം. തുടർന്ന് എന്താണ് നടപടി എനിക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരണം. പുള്ളി നമ്മൾ പരാതി, അതായത് ഇപ്പോൾ പരാതി നേരിട്ട് കൊടുത്തത് ഔദ്യോഗികമായിട്ട് കിട്ടിയതിൻ്റെ പേരിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ തീരുമാനം എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചു. ആദ്യം ഡോക്ടറിനെതിരെ കർശന നടപടി. ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷന് ബന്ധപ്പെട്ടുള്ള നടപടി ആയിരിക്കില്ല. ഡോക്ടേഴ്സിന് പറഞ്ഞ രീതിയിൽ ആരോഗ്യവകുപ്പ് പരാതി നടപടി എടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഇതുപോലെ സുമയ്യ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ കേട്ടത് ഹർഷതയുടെ വാക്കുകളാണ് കോഴിക്കോട് നിന്ന്. ഒടുവിൽ എന്തുണ്ടായി എന്നുള്ളത്, എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അവസ്ഥ. നിലവിൽ സിസ്റ്റത്തിന്റെ വീണ്ടും വീഴ്ചയാണ് ഈ കാണുന്നത്. ഈ പിഴവുകളിലൊക്കെ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഈ സുമയ്യയുടെ നീക്കം എങ്ങനെയാണ്, നടപടി എങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം? അക്ഷയ, ഇപ്പോൾ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPC വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 2023 നടന്ന സംഭവമായതിനാൽ 336, 338 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഒരാളുടെ ജീവഹാനി ഉണ്ടാക്കും വിധത്തിലുള്ള നടപടികൾ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിനായി മുറിവേൽപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളും ഈ FIR-ൽ ചുമത്തിയിട്ടുണ്ട്. സുമയ്യ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടെ ആദ്യം അവർ സമരമിരിക്കുകയായിരുന്നു, കാര്യാലയത്തിന് അകത്ത് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചർച്ച നടത്താൻ തയ്യാറായത്. DHS-ഉം DMO-യും പാറശാലയിൽ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അവിടേക്ക് പോയതാണ്. അതിനാൽ തന്നെയാണ് അഡീഷണൽ ഡയറക്ടറുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ എന്തെല്ലാം കാര്യം പറഞ്ഞത്? ഗൈഡ് വെയർ ഉള്ളിൽ കടങ്ങിയത് ഇവിടെയല്ല, പുറത്ത് കൊണ്ടുപോയാലേ അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു തരും, എടുക്കാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരും, പിന്നെ ഈ ഡോക്ടറിന് വരെ നടപടിയെടുക്കും. പിന്നെ ഈ വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയായിരുന്നു ഒരു സംവിധാനം. പക്ഷേ അതിനുശേഷം ഇന്നലെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, അത് എൻ്റെ ഉത്തരവാദിത്വമല്ല എന്നുള്ള നിലയ്ക്ക് ആ ഡോക്ടർ കൈയൊഴിയുന്ന അവസ്ഥയാണ്. ഈ ഡോക്ടർ മാത്രമാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? എനിക്ക് എൻ്റെ ഉള്ളിൽപ്പെട്ടത് എനിക്ക് എടുത്തു തരണം. എനിക്കിത് ചെയ്തതിനുള്ള നഷ്ടപരിഹാരം ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് വേണം. എനിക്ക് ഈ ഡോക്ടറിനെയാണ് ഞാൻ സർജറി ചെയ്തതും കാണിച്ചതല്ലേ. എനിക്ക് ഈ ഡോക്ടറാണ്, എൻ്റെ മുന്നിൽ ഈ ഡോക്ടർ തന്നെയാണ് തെറ്റുകാരൻ. ഇതിപ്പോൾ നിങ്ങൾ അകത്ത് നടത്തിയ ചർച്ചയിൽ എന്തെല്ലാം ഉറപ്പുകളാണ് നൽകിയിട്ടുള്ളത്? ഇത് ഗൈഡ് വെയർ എനിക്ക് എടുത്തു തരും. അത് ഇവിടെയല്ല, പുറത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും, അതല്ല എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ അതിനുള്ള നഷ്ടപരിഹാരം തരും. പിന്നെ തുടർ ചികിത്സയ്ക്കുള്ള ഇതാണ് നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞത്. പിന്നെ ഈ ഡോക്ടറിന് മേലെ നടപടി എടുക്കും. പിന്നെ ഇപ്പോഴും ഇത്രയും ഇതായിട്ട് ഈ ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനുള്ള നടപടി അവർ ഇനി പരിശോധിച്ചിട്ട് അതിനുള്ള നടപടിയും എടുക്കുമെന്നാണ് പറഞ്ഞത്. സുമയ്യ, ഇതിലേ ഈ ആളുകൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഗൈഡ് വയർ ശരീരത്തിനുള്ളിൽ ഇരുന്നാലും ഒരു കുഴപ്പവുമില്ലാന്ന്, ഒരു മര്യാദയും കാണിക്കാതെ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവർക്ക് ഇന്നാണ് പരാതി കിട്ടിയിരിക്കുന്നത്, ഇതുവരേക്കും പരാതി ലഭിച്ചിട്ടില്ല. ഇനി ഉടനെ 4 ദിവസത്തിനകത്ത് നമുക്ക് നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. നമുക്കൊരു തീരുമാനം തരുമെന്നാണ് പറഞ്ഞത്. സുമയ്യ, നേരത്തെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു, ഡോക്ടർക്ക് പണം നൽകി എന്നുള്ളൊരു കാര്യം. ആ കാര്യം ഒന്ന് വിശദീകരിക്കുക. ഡോക്ടർ സർജറിക്ക് മുന്നേ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ നെടുമങ്ങാട് കാണാൻ പോയായിരുന്നു. അപ്പോൾ ഇതുപോലെ 2000 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ 500, 200 അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ സർജറി ഡോക്ടർ ചോദിച്ചിട്ടല്ല, അവിടെ ഇരിക്കുന്നവരൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു, നമ്മളെ ചോദിച്ചറിഞ്ഞ്. അപ്പോൾ നല്ലവണ്ണം ക്ലിയറായിട്ട് നല്ല ഒന്നും കൂടാതെ സർജറി ചെയ്ത് തരും എന്നുള്ള ഒരിതിലാണ് ഞാൻ പൈസ അങ്ങനെ കൊടുത്തത്. എന്തായാലും 4 ദിവസത്തെ സമയമാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ദിവസം കഴിഞ്ഞും തീരുമാനമുണ്ടായില്ല എങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആലോചിക്കുന്നത്. ഞാൻ വീണ്ടും വരും, നിയമയെ കാണാൻ വീണ്ടും വരും.
ഇതാണ് അക്ഷയ, നീതി കിട്ടും വരെ ഒരു പോരാട്ടം തുടരും എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ്. 4 ദിവസത്തിന് ശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയാം എന്നുള്ളതാണ് അഡീഷണൽ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനാൽ തന്നെയാണ് അഡീഷണൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവർ മടങ്ങുന്നത്. അത്യന്തം ഗുരുതരമായൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഡോക്ടർക്ക് പലവട്ടമായി പണം നൽകി എന്നുള്ള കാര്യമാണ്. അത് നെടുമങ്ങാട് സ്വകാര്യ പ്രാക്ടീസ് ഡോക്ടർ നടത്തുന്നുണ്ട്, രാജീവ് കുമാർ. അപ്പോൾ അത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണം നടന്ന സമിതിയിൽ ഡോക്ടർ കൂടി ഉൾപ്പെട്ടു എന്നൊരു ആരോപണം കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. നിലവിൽ എന്തായാലും പോലീസിൽ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല.